ഇന്ന് മുഖ്യമന്ത്രി മുഖാമുഖത്തിൽ നേരിട്ട് കേൾക്കുകയാണല്ലോ, ഭിന്നശേഷിക്കാരെ നേരിട്ട് കേൾക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വേദിയിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ എന്താണ് മേഡം ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇതുമായിട്ട് സർക്കാർ ജീവനക്കാരിയാണ്. എൻ്റെ പേര് പണ്ട് സിന്ധു. ഞാൻ നിലവിൽ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 3.5 വയസ്സിൽ എനിക്ക് ഇരുകാലുകൾക്കും പോളിയോ ബാധിച്ച് 60% വൈകല്യമുള്ള ആളാണ്. വീൽ ചെയറിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. വണ്ടി മോഡിഫൈഡ് കാറാണ് 15 വർഷമായിട്ടും ഞാൻ ഓടിക്കുന്നത്. വിരലുകൊണ്ടാണ് ഓടിക്കുക, 2 കൈ കൊണ്ടും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരുടെ RPWD ആക്ട് 2016 ശക്തമായ ചട്ടമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ അത് പൂർണ്ണമായി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ ഇപ്പോഴും നിലവിലത് പൂർണ്ണമായിട്ടും ഭിന്നശേഷി സൗഹൃദം ഗവൺമെൻറ് ഓഫീസിലും പ്രൈവറ്റ് ഓഫീസസ് ഉൾപ്പെടെ മറ്റ് പൂർണ്ണമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണം എന്നതാണ് ഇപ്പോഴും ഒരു ഗ്യാപ്പ് എന്നത് നിലവിലുണ്ട് ഭിന്നശേഷിക്കാരുടെ. ഇപ്പോൾ നിലവിൽ 21 കാറ്റഗറീസിൽ സെറിബ്രൽ പൾസി, ഹിമോഫിലിയ ആൻഡ് ഡ്വാർഫിസം ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രമോഷൻ്റെ കാര്യത്തിലായാലും 4% സംവരണം, എഡ്യൂക്കേഷനിൽ 5% സംവരണം. ഇപ്പോൾ നിലവിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്കായിട്ടുണ്ട്. ഈസി മൂവ്മെൻറ്റ്, മൊബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ RPWD ആക്ട് നമ്മുടെ കേരളത്തിൽ ലിറ്ററസി റേറ്റ് കൂടുതലുള്ള ഈ കൊച്ചു കേരളത്തിൽ പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണം എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.